ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്രോ ബോയ് കാക്കക്കുട്ടി എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്രോ ബോയ്. ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് അവർ വില്ലേജ് സ്കൂൾ, വൺ ഓഫ് ദ ബോയ്സ് വാസ് ഫൗണ്ട് മിസ്സിംഗ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങളുടെ ഗ്രാമത്തിലെ സ്കൂൾ തുറന്ന ആദ്യ ദിവസം ആൺകുട്ടികളിൽ ഒരാളെ കാണാതായി. He had hidden himself in a cellar in the schoolhouse. None of us knew him. He was dark and small. He looked different from the other students. He lived on the other side of the mountain. Because of his size, he was nicknamed Jibby, which means tinny boy. എന്താ പറഞ്ഞിരിക്കുന്നേ? അവൻ സ്കൂൾ കെട്ടിടത്തിലെ ഒരു ഇരുണ്ട നിലവറയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾക്കാർക്കും അവനെ പരിചയമുണ്ടായിരുന്നില്ല. അവൻ ഇരുണ്ട നിറമുള്ളവനും ഉയരം കുറഞ്ഞവനുമായിരുന്നു. അവൻ മറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തനായി കാണപ്പെട്ടു. അവൻ മലയുടെ മറുവശത്താണ് താമസിച്ചിരുന്നത്. അവന്റെ ചെറിയ രൂപം കാരണം അവന് ചിബ്ബി എന്ന് ഇരട്ടപ്പേര് ലഭിച്ചു. അതിന്റെ അർത്ഥം ചെറിയ ആൺകുട്ടി എന്നാണ്. This strange boy was too scared of our teacher to learn anything. He was too scared to make friends with other children, so he was left alone at study time and play time. He was always at the back of a class and at the end of a line. എന്താ പറഞ്ഞിരിക്കുന്നേ? പ്രത്യേക സ്വഭാവമുള്ള ഈ കുട്ടിക്ക് അധ്യാപകനെ ഭയമായിരുന്നു. അവന് ഒന്നും പഠിക്കാൻ കഴിഞ്ഞില്ല. മറ്റു കുട്ടികളുമായി സൗഹൃദം സ്ഥാപിക്കാൻ അവന് ഭയമായിരുന്നു. അതിനാൽ പഠന സമയത്തും കളി സമയത്തും അവൻ ഒറ്റയ്ക്കായിരുന്നു. അവൻ എപ്പോഴും ഇരിക്കുന്നത് ക്ലാസിന്റെ പിന്നിലും നിൽക്കുന്നത് വരിയുടെ അവസാനവുമായിരുന്നു. But Chibi found many ways to pass the time and amuse himself. He would just stare at the top of his desk for a long time. Sometimes he would lie gazing at the ceiling for hours. There were many things to interest him. The design on the shirt of a boy sitting next to him, or what he could see out of the window. എന്നാൽ സമയം കളയാനും സ്വയം രസിക്കാനും ചിബി നിരവധി വഴികൾ കണ്ടെത്തി. അവൻ തൻ്റെ മേശയുടെ മുകളിലേക്ക് കുറേ നേരം നോക്കി നിൽക്കുമായിരുന്നു. ചിലപ്പോൾ അവൻ മണിക്കൂറുകളോളം സീലിംഗിലേക്ക് നോക്കിക്കിടക്കും. അവനെ ആകർഷിക്കാൻ നിരവധി കാര്യങ്ങളുണ്ട്. അവൻ്റെ അടുത്തിരിക്കുന്ന ഒരു ആൺകുട്ടിയുടെ ഷർട്ടിലെ ഡിസൈൻ, അല്ലെങ്കിൽ ജനലിലൂടെ അവന് കാണാൻ കഴിയുന്നത് എല്ലാം അവനെ ആകർഷിച്ചു. In the playground, Chibi would just close his eyes and listen to the wonderful sound that came from near and far. എന്താ പറഞ്ഞിരിക്കുന്നേ? കളിസ്ഥലത്ത് ചിബി കണ്ണുകൾ അടച്ച് അടുത്തുനിന്നും അകലിൽ നിന്നും വരുന്ന അത്ഭുതകരമായ ശബ്ദങ്ങൾ കേൾക്കുമായിരുന്നു. And he could hold and watch insects and grubs that most of us wouldn't touch or even look at. എന്താ പറഞ്ഞിരിക്കുന്നേ? ഞങ്ങളിൽ മിക്കവരും തൊടുകയോ നോക്കുകയോ ചെയ്യാത്ത പ്രാണികളെയും പുഴുക്കളെയും അവൻ സൂക്ഷിച്ചു നോക്കുമായിരുന്നു. അടുത്ത പാരഗ്രാഫ് നോക്കിയേ. Everyone called him Slowpoke, even the children in the lower classes. But Slowpoke or not, Chibi came trudging to school every day. He always brought the same lunch, a bowl of rice wrapped in a radish leaf. Even when it rained or stormed, he still come trudging along. He would then be wrapped in a raincoat made ഫ്രം സീബ്ര ഗ്രാസ്. എന്താ പറഞ്ഞിരിക്കുന്നേ? എല്ലാവരും അവനെ മന്ദഗതിക്കാരൻ എന്ന് വിളിച്ചു. താഴ്ന്ന ക്ലാസ്സുകളിലെ കുട്ടികൾ പോലും മന്ദഗതിക്കാരൻ ആണെങ്കിലും അല്ലെങ്കിലും ചിബി എല്ലാ ദിവസവും സ്കൂളിലേക്ക് മടിയോടെയാണ് വന്നത്. അവൻ എപ്പോഴും ഒരേ ഉച്ചഭക്ഷണം കൊണ്ടുവന്നു. ഒരു മുള്ളങ്കി ഇലയിൽ പൊതിഞ്ഞ ഒരു ഉരുളച്ചോറ്. മഴ പെയ്താലും കൊടുങ്കാറ്റ് വന്നാൽ പോലും അവൻ മടി പിടിച്ച് സാവധാനമാണ് വരുന്നത്. എന്നിട്ട് അവൻ സീബ്ര പുല്ലുകൊണ്ടുണ്ടാക്കിയ റെയിൻകോട്ട് കൊണ്ട് മൂടിപ്പൊതിയും. 5 years went by and we were in the 6th grade, the last class in school. Our new teacher
Mr. Isobe was a friendly man with a kind smile. It was Mr. Isobe who changed the way we look at ജിബി. എന്താ പറഞ്ഞിരിക്കുന്നേ? 5 വർഷം കടന്നുപോയി. ഞങ്ങൾ 6-ാം ക്ലാസ്സിലായി. സ്കൂളിലെ അവസാന ക്ലാസ്. ഞങ്ങളുടെ പുതിയ അധ്യാപകൻ മിസ്റ്റർ ഇസോബെ പ്രസന്നവദനായിരുന്നു. ഞങ്ങൾ ചിബിയെ നോക്കിക്കാണുന്ന രീതി മാറ്റിയത് മിസ്റ്റർ ഇസോബെ ആയിരുന്നു. Mr. Isobe often took his class to the hilltop behind the school. He was pleased to learn that Chibi knew all the places where the wild grapes and wild potatoes grow. He was amazed to find how much Chibi knew about all the flowers in our class garden. എന്താ പറഞ്ഞിരിക്കുന്നേ? മിസ്റ്റർ ഇസോബെ പലപ്പോഴും സ്കൂളിന് പിന്നിലെ കുന്നിന് മുകളിലേക്ക് തൻ്റെ കുട്ടികളെ കൊണ്ടുപോയി. കാട്ടുമുന്തിരിയും കാട്ടുകിഴങ്ങും വളരുന്ന എല്ലാ സ്ഥലങ്ങളും ചിബിക്ക് അറിയാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷിച്ചു. ഞങ്ങളുടെ ക്ലാസ് വക പൂന്തോട്ടത്തിലെ എല്ലാ പൂക്കളെക്കുറിച്ചും ചിബിക്ക് മാത്രം എത്രമാത്രം അറിയാമെന്ന് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. നെക്സ്റ്റ് പാരഗ്രാഫ്. He liked Chibi's black and white drawing and take them up on the wall for everyone to see. He also had no complaints about Chibi's handwriting. Only Chibi could read it. Mr. Isobe takes some of what Chibi wrote on the wall, and he often spent time talking to Chibi when no one was around. എന്താ പറഞ്ഞിരിക്കുന്നേ? ചിബിയുടെ കറുപ്പും വെളുപ്പും നിറത്തിലുള്ള ചിത്രങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും കാണാൻ കഴിയുന്ന തരത്തിൽ അവ ചുമരിൽ ഒട്ടിച്ചു. ചിബിയുടെ കൈയക്ഷരത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ചിബിക്ക് മാത്രമേ അത് വായിക്കാൻ കഴിയൂ. ചിബി എഴുതിയതിൽ ചിലത് മാസ്റ്റർ ഇസോബെ ചുമരിൽ പതിപ്പിച്ചു. ആരും ഇല്ലാത്തപ്പോൾ ചിബിയോട് സംസാരിച്ചുകൊണ്ട് അദ്ദേഹം പലപ്പോഴും സമയം ചെലവഴിച്ചു. നെക്സ്റ്റ് പാരഗ്രാഫ്. When Chibi appeared on the stage at the talent show of the year, no one could believe his eyes. Who is that? What can that stupid do up there? But they were astounded when Mr. Isobe announced that Chibi was going to imitate the cries of crows. Cries of crows? They had more surprise coming. എന്താ പറഞ്ഞിരിക്കുന്നേ? ഈ വർഷത്തെ ടാലന്റ് ഷോയിൽ ചിബി വേദിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആർക്കും തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ആരാണത്? ആ മണ്ടനെ അവിടെ എന്ത് ചെയ്യാൻ കഴിയും? പക്ഷെ ചിബി കാക്കകളുടെ കരച്ചിൽ അനുകരിക്കാൻ പോകുന്നുവെന്ന് മിസ്റ്റർ ഇസോബെ പ്രഖ്യാപിച്ചപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. കാക്കകളുടെ കരച്ചിൽ? അവർക്ക് കൂടുതൽ അത്ഭുതങ്ങൾ വരാനിരിക്കുകയായിരുന്നു. Chibi ascended the stage. First he imitated the cries of newly hatched crows. Then he imitated the cries of Mother Crow and Father Crow. He then went on to show how crows cried early in the morning. He also imitated the cries of crows which were happy or sad. എന്താ പറഞ്ഞിരിക്കുന്നേ? ചിബി വേദിയിലേക്ക് കയറി. ആദ്യം അവൻ പുതുതായി വിരിഞ്ഞ കാക്കക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ അനുകരിച്ചു. പിന്നെ അവൻ അമ്മ കാക്കയുടെയും അച്ഛൻ കാക്കയുടെയും കരച്ചിൽ അനുകരിച്ചു. പിന്നെ രാവിലെ കാക്കകൾ എങ്ങനെ കരയുന്നുവെന്ന് കാണിച്ചു. സന്തോഷമോ സങ്കടമോ ഉള്ള കാക്കകളുടെ കരച്ചിലും അവൻ അനുകരിച്ചു. അടുത്ത പാരഗ്രാഫ് നോക്കാം. Everybody's mind was taken to the far mountain side from which Chibi come to the school. Now they could imagine exactly the far and lonely place where Chibi lived with his family. എന്താ പറഞ്ഞിരിക്കുന്നേ? എല്ലാവരുടെയും മനസ്സ് ചിബി സ്കൂളിലേക്ക് വരുന്ന വിദൂര പർവ്വത നിരയിലേക്ക് സഞ്ചരിച്ചു. ഇപ്പോൾ അവർക്ക് ചിബി കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്ന വിദൂരവും ഏകാന്തവുമായ സ്ഥലം കൃത്യമായി സങ്കല്പിക്കാൻ കഴിഞ്ഞു. Then Mr. Isobe explained how Chibi had learned those calls, leaving the home for school at dawn and returning at sunset every day for 6 long years. എന്താ പറഞ്ഞിരിക്കുന്നേ? പിന്നെ ചിബി ആ ശബ്ദങ്ങൾ അനുകരിക്കാൻ എങ്ങനെ പഠിച്ചുവെന്ന് മിസ്റ്റർ ഇസോബെ വിശദീകരിച്ചു. 6 വർഷക്കാലം പുലർച്ചെ സ്കൂളിൽ പോകാനിറങ്ങുന്ന അവൻ സൂര്യാസ്തമയ സമയത്തായിരുന്നു മടങ്ങിച്ചെന്നിരുന്നത്. Everyone of us cried thinking how much we had been wrong to Chibi all those long years. Even grown-ups swept their eyes saying, yes, yes, he is wonderful. എന്താ പറഞ്ഞിരിക്കുന്നേ? ആ വർഷങ്ങളിലെല്ലാം
ചിബിയോട് എത്രമാത്രം തെറ്റ് ചെയ്തുവെന്ന് ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും കരഞ്ഞു. മുതിർന്നവർ പോലും കണ്ണുകൾ തുടച്ചു. അതെ അതെ, അവൻ അത്ഭുതം തന്നെ. ചിബി വാസ് ദ ഓൺലി വൺ ഇൻ അവർ ക്ലാസ് ഹോണേഡ് ഫോർ പെർഫെക്റ്റ് അറ്റൻഡൻസ് ത്രൂ ഓൾ ദ 6 years. എന്താ പറഞ്ഞിരിക്കുന്നേ? 6 വർഷവും ക്ലാസ്സിൽ മികച്ച ഹാജർ നേടിയതിന് ഞങ്ങളുടെ ക്ലാസ്സിൽ ചിബി മാത്രമാണ് ആദരിക്കപ്പെട്ടത്. ചിബി സ്റ്റിൽ കെയിം ടു ദ വില്ലേജ് to sell the charcoal he and his family made, but nobody called him Chibi anymore. We all called him Crowboy. Hi Crowboy, we still had his imitation of a happy crow as he returned home along the mountain road. Adapted. എന്താ പറഞ്ഞിരിക്കുന്നത്? ചിബി ഇപ്പോഴും ഗ്രാമത്തിൽ അവനും വീട്ടുകാരും ഉണ്ടാക്കിയ കരി വിൽക്കാൻ വരും. പക്ഷേ ആരും അവനെ ഇപ്പോൾ ചിബി എന്ന് വിളിക്കുന്നില്ല. ഞങ്ങൾ എല്ലാവരും അവനെ കാക്കക്കുട്ടി എന്നാണ് വിളിക്കുക. ഹായ് ക്രോബോയ്. മലയോര പാതയിലൂടെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൻ സന്തോഷവനായ ഒരു കാക്കയെ അനുകരിക്കുന്നത് ഞങ്ങൾ അപ്പോഴും കേട്ടു. ഇനി പാഠഭാഗത്തിൻ്റെ സൈഡിൽ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ചിബി ഹൈഡ് ഇൻ ദ സെല്ലാർ? എന്താ പറഞ്ഞിരിക്കുന്നേ? ചിബി നിലവറയിൽ ഒളിച്ചിരിക്കുന്നത് എന്തിനായിരുന്നു മക്കളെ? ചിബി വാസ് സ്കേർഡ്. ഹി ഡിഡ് നോട്ട് നോ എനിവൺ, സോ ഹി ഹൈഡ് ഇൻ ദ സെല്ലാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ നിക്നെയിം ചിബി മീൻ? ചിബി എന്ന ഇരട്ടപ്പേരിന്റെ അർത്ഥം എന്താണ് മക്കളെ? ചിബി മീൻസ് ദ ടീനി ബോയ്. ഹി വാസ് വെരി സ്മോൾ ഇൻ സൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വാസ് ചിബി ലെഫ്റ്റ് അലോൺ അറ്റ് സ്റ്റഡി ടൈം? എന്താ പറഞ്ഞിരിക്കുന്നത്? പഠന സമയത്ത് ചിബി ഒറ്റയ്ക്കായത് എന്തുകൊണ്ടായിരുന്നു? ചിബി വാസ് ടു ഷൈ. ഹി വാസ് സ്കേർഡ് ടു ടോക്ക്, സോ നോ വൺ പ്ലേഡ് ഓർ ടോക്ക് വിത്ത് ഹിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ചിബി അമ്യൂസ് ഹിംസെൽഫ് ഡ്യൂറിങ് ക്ലാസ് അവേഴ്സ്? പഠന സമയങ്ങളിൽ ചിബി സ്വയം രസിച്ചത് എങ്ങനെയായിരുന്നു മക്കളെ? ചിബി looked at his desk. He started at the ceiling. He watched things around him. Next question, why did everyone call ചിബി slowpoke? എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാവരും ചിബിയെ സ്ലോപോക്ക് എന്ന് വിളിക്കാൻ കാരണം എന്താണ് മക്കളെ? ചിബി was slow. He did not talk or play, so everyone called him slowpoke. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ചേഞ്ച് ദ വേ വി ലുക്ക് അറ്റ് ചിബി? ചിബിയോടുള്ള മറ്റുള്ളവരുടെ മനോഭാവം മാറ്റിയത് ആരാണ് മക്കളെ? മിസ്റ്റർ ഇസോബ് അല്ലേ? മിസ്റ്റർ ഇസോബ് ചേഞ്ച് ദ വേ വി ലുക്ക് അറ്റ് ചിബി. ഹി വാസ് എ കൈൻഡ് ടീച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് മിസ്റ്റർ ഇസോബ് എൻകറേജ് ചിബി? എന്താ പറഞ്ഞിരിക്കുന്നത്? മിസ്റ്റർ ഇസോബ് ചിബിയെ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിച്ചത്? മിസ്റ്റർ ഇസോബ് ലൈക്ക് ചിബീസ് ഡ്രോയിങ്. ഹി പുട്ട് ദം ഓൺ ദ വാൾ. ഹി ടോക്ക് കൈൻഡ്ലി ടു ചിബി. He often spent time talking to Chibi when no one was around. Next question, how did Mr. Isop help Chibi feel better about himself? എന്താ പറഞ്ഞിരിക്കുന്നത്? താൻ സ്വയം മെച്ചപ്പെട്ടതായി തോന്നാൻ ചിബിയെ ഇസോബ് എങ്ങനെ സഹായിച്ചു? എങ്ങനെയായിരിക്കും മക്കളെ? He praised Chibi's work. He listened to him. He made Chibi feel special. Next question, what performance did Chibi give at the talent show? ടാലന്റ് ഷോയിൽ ചിബി നടത്തിയ പ്രകടനം എന്തായിരുന്നു? ചിബി മെയ്ഡ് ദ സൗണ്ട്സ് ഓഫ് ക്രോസ്. ഹി ഇമിറ്റേറ്റഡ് ബേബി ക്രോസ് ആൻഡ് ബിഗ് ക്രോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ചിബി ലേൺ ദ ക്രൈസ് ഓഫ് ദ ക്രോസ്? കാക്കകളുടെ കരച്ചിൽ ചിബി എങ്ങനെ പഠിച്ചു? എങ്ങനെയായിരിക്കും മക്കളെ? Chibi walked to school every day. He listened to crows on the way. That's how he learned their cries. Next question, how did the other children react to Chibi's performance? എന്താ പറഞ്ഞിരിക്കുന്നത്? ചിബിയുടെ പ്രകടനത്തോട് മറ്റു കുട്ടികൾ എങ്ങനെ പ്രതികരിച്ചു? എന്തായിരിക്കും? They were very surprised. They liked it. Some even cried. Next question, what new name did ചിബി ഗെറ്റ് ആഫ്റ്റർ ദ ടാലന്റ് ഷോ? വൈ? എന്താ പറഞ്ഞേ? ടാലന്റ് ഷോക്ക് ശേഷം ചിബിക്ക് കിട്ടിയ പുതിയ പേര് എന്തുകൊണ്ട്? ചിബി വാസ് കോൾഡ് ക്രോബോയ് ആഫ്റ്റർ ദ ഷോ ബിക്കോസ് ഹി ഇമിറ്റേറ്റഡ് ക്രോസ് ക്രൈസ് ആൻഡ് ഹിസ് പെർഫോമൻസ് വാസ് എക്സലന്റ്.
ക്രോബോയ് എന്ന പാഠം മക്കൾക്ക് ഇഷ്ടപ്പെട്ടു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റി അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ.